നമസ്കാരം. ഞാൻ നിങ്ങളുടെ ദിലീമ, അരൂർ മണ്ഡലം MLA. ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നെ ചികിത്സിച്ച സിൽവർ ലൈൻ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഞാൻ ഇന്ന് ഒരുപക്ഷേ ഇവിടെ നിലനിൽക്കുന്നത് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡോക്ടർ ടോം ബാബു ആണ് എന്നെ ചികിത്സിച്ചത്. വർഷങ്ങൾക്ക് മുന്നേ 2012 എനിക്ക് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നും പറഞ്ഞ് ഒരു സംഭവം വന്നു. കാരണം 10 വർഷം ഞാൻ അത് ഗോയിറ്ററായിട്ട് മാറിയിരുന്നു. തൈറോയിഡുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. മറ്റൊരു ആശുപത്രിയിൽ അത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉടനെ തന്നെ അത് എടുത്തു കളയണം, കാരണം അത് ക്യാൻസർ ആകുവാൻ സാധ്യതയുള്ളതാണ്. സൗണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരുവാനും പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യും. അത്രയും നാളെ ഞാനൊരു ഗായികയായിട്ട് പാടി നടന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം സങ്കടപ്പെട്ട ഒരു നിമിഷങ്ങളൊക്കെ ആയിരുന്നു. സൗണ്ട് ഇല്ലാത്തൊരു ജീവിതം എന്തിനാണ് എന്ന് ചിന്തിച്ച് ഞാൻ വളരെയധികം വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ഓപ്പറേഷന് പോകുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ്റെ മോനാണ് പറഞ്ഞത്, സിൽവർ ലൈനിൽ കയറിയിട്ട് ഒരു ഒപ്പീനിയൻ ഡോക്ടർ ടോം ബാബു അവിടെ തൈറോയിഡിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഡോക്ടർ ടോം ബാബുവിനെ എന്നാങ്കിൽ കയറി കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് ജസ്റ്റ് കയറിയതാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൻ്റെ എന്താ ശാന്തതയും നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു പ്രാർത്ഥനാ നിർഭരമായ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഡോക്ടർ ടോം ബാബുവിനെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ദൈവത്തിൽ ചേച്ചിക്ക് വിശ്വാസം ഇല്ലെന്നാണ് ചോദിച്ചത്. പിന്നെ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ ധൈര്യപൂർവ്വം പോകാം, ഞങ്ങളെല്ലാം പഠിപ്പിച്ച പ്രൊഫസേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ പോവാമെന്ന് ഡോക്ടർ നല്ല ഉപദേശം തന്നു. പക്ഷെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ ഡോക്ടറെ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ എന്ത് ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞു, സൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് 3-ാം ദിവസം പാടാമെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസമല്ല, ഞാനൊരു 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് പാട്ട് പാടിയത്. പക്ഷേ എനിക്ക് എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പുറം രാജ്യങ്ങളിലാകട്ടെ മറ്റു തലങ്ങളിലാകട്ടെ ഒരു തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്ത് പാട്ട് പാടുന്നൊരു ഏക ഗായികയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കിന്നും എൻ്റെ ദൈവം ഈ ഈ സൗണ്ടുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് തന്നിട്ടുണ്ട്. അത് ആ ഹോസ്പിറ്റൽ കൊണ്ടാണ്. അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ വളരെ നല്ല കെയറാണ് നമുക്ക് കിട്ടിയത്. അതായത് ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു വീട്ടിലൊരു രോഗിയെ എങ്ങനെയാണ്, അതുപോലെ സ്നേഹവും കരുതലുമായിരുന്നു എനിക്ക് അന്ന് അനുഭവപ്പെട്ടത്. സിൽവർ ലൈൻ ഹോസ്പിറ്റല് എനിക്കിന്ന് ഒരു ഈശ്വരൻ്റെ സാന്നിധ്യമാണ് എനിക്ക് അവിടുന്ന് എനിക്ക് കിട്ടിയത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. എപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ദൈവതുല്യരായിട്ടാണ് തോന്നുന്നത്. ശരിക്കും അങ്ങനെയാണ് എൻ്റെ അനുഭവം.